നമ്മുടെ സ്ഥലത്തിൻ്റെ, നമ്മുടെ വീടിൻ്റെ 4 ദിക്കുകളും 4 കോണുകളും അതുപോലെ അതിൻ്റെ മധ്യഭാഗവും ഇങ്ങനെ ഓരോ ഭാഗത്തിനെയും ഓരോ പേരുകൾ സൂചിപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത്. നമ്മളെ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും കന്നിമൂല എന്ന് പറയുന്നത്. ഈ കന്നിമൂലയെ എത്രത്തോളം ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുവോ, ഏത് രീതിയിലാണ് അതിൻ്റെ കിടപ്പ്, ഏത് രീതിയിലാണ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മളെ വീടിൻ്റെയും ചുറ്റുപാടിലെയും ജീവിക്കുന്ന ആളുകളുടെ മാറ്റങ്ങളും അതിനനുസരിച്ചായിരിക്കും. കാര്യം നമുക്കൊക്കെ അറിയാം, കന്നിമൂല എന്ന് പറയുന്നത് ഒരു നിര്യാതി കോൺ എന്നാണ് പറയുക. അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ശക്തിയാണ് ആ ഭാഗം ഭരിക്കുന്നത്. മറ്റെല്ലാ കോണുകളിലും പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണ് കന്നിമൂല. എന്നാൽ ആ കന്നിമൂലയെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അധികം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു മേഖലയും കൂടെയാണ്. അതുകൊണ്ട് കന്നിമൂലയെ വിട്ട് കളിക്കരുത്. നമുക്ക് ഈ വിഷയത്തിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. നിങ്ങളൊരു ദൈവവിശ്വാസിയാവാം, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാവാം, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവരാവാം, ഇതിലൊന്നിലും നമുക്ക് താല്പര്യമില്ലാത്തവരാവാം. പക്ഷേ വാസ്തുശാസ്ത്രം എന്നുള്ള ആ ഒരു വിഷയം, അത് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് നമ്മളിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അത് പ്രകൃതിയുമായി, ഈ പ്രപഞ്ചവുമായി, നമ്മളെ വീടുമായി, നമ്മളുമായി, നമ്മളെ സ്ഥലവുമായി ഒഴിച്ചുകൂടാനാവാത്ത തരത്തിൽ, മാറ്റപ്പെടുത്താനാവാത്ത തരത്തിലുള്ള ബന്ധം ഉള്ള ഒരു ശാസ്ത്രമാണ്. അതൊരു കണക്കാണ്, അതൊരു എനർജിയാണ്. അത് നമ്മുടെ പഞ്ചഭൂതങ്ങളുമായി വിശേഷപ്പെട്ട ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയുടെ അടങ്ങിയിട്ടുള്ള ഒരു മേഖല കൂടെയാണ്. കാരണം അത് വിശ്വാസികൾക്കോ ശാസ്ത്രജ്ഞരല്ലാത്തവർക്കോ ഒന്നും അത് പലതരത്തിലല്ല, എല്ലാവർക്കും അത് ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം സൂര്യൻ നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്, ചന്ദ്രൻ എല്ലാവർക്കും ഒരുപോലെയാണ്, ഗ്രഹങ്ങൾ നമുക്കൊരുപോലെയാണ്, വായു എല്ലാവർക്കും ഒരുപോലെയാണ്, അഗ്നി എല്ലാവർക്കും ഒരുപോലെയാണ്, ഭൂമി എല്ലാവർക്കും ഒരുപോലെയാണ്, അതുപോലെ ആകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. അതൊന്നും നമ്മൾ ഓരോ വിശ്വാസത്തിൻ്റെ പേരിലോ ഒന്നും നമുക്ക് തിരിച്ചു നിർത്താനോ ഒഴിവാക്കാനോ പറ്റാത്തൊരു മേഖലയാണ്. കാരണം ഒരു വാസ്തു എന്ന് പറയുന്നത്, ഒരു വസ്തു, ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ശരീരമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ ഏതൊരു സ്ഥലത്തിനും വാസ്തുവുണ്ട്. ഏതൊരു സ്ഥലത്തും നമുക്ക് വാസ്തുശാസ്ത്രമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ മേഖലയിൽ വലിയ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള ഒരു മേഖലയാണ് വാസ്തുശാസ്ത്ര മേഖല. കാരണം ഇതിനെക്കുറിച്ച് പലതും പല അഭിപ്രായങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. ആ ഒരു വിഷയം കാര്യമായിട്ട് മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുന്നു. എന്നാൽ എല്ലാവരും ഇതിൽ ഭാഗഭാക്കാകുകയും ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പലരും ഒരു സ്ഥലം വാങ്ങി വളരെ പ്രയാസപ്പെട്ട് വീട് വെച്ച് കുറച്ചു കാലം അതിൽ ജീവിച്ച് പിന്നെ പല പ്രയാസങ്ങളുമായിട്ട് വീട് വിൽക്കുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ പലതരം മാറ്റങ്ങൾ ഉണ്ടാക്കുകയോ പലതരം അസ്വസ്ഥതകൾ ഉണ്ടായി ആ വീടിന് പല തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്.
പക്ഷേ അത് ഒരു ആൾ വരും, അദ്ദേഹം ഒരു കാര്യം പറയും, അതൊന്ന് മാറ്റിവെക്കും. പിന്നെ വേറൊരു കണക്ക് നോക്കുന്ന ഒരാൾ വരും, അത് വേറൊരു കാര്യം ചെയ്യും, അത് നേരെ തിരിച്ച് ചെയ്യും. ഇങ്ങനെ ഈ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലുള്ള അറിവാണ് പ്രധാനം. ഈ ഒരു വിഷയത്തിലുള്ള അറിവാണ് പ്രധാനം, വാസ്തുശാസ്ത്രം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു കന്നിമൂല എന്ന് പറയുന്നൊരു ഭാഗം, ആ ഒരു ഭാഗം നമുക്ക് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കന്നിമൂല ഭാഗം മറ്റെല്ലാ ഭാഗത്തേക്കാളേറെ നമ്മുടെ ഭൂമിയിൽ ആ ഭാഗം ഉയർന്നു നിൽക്കണം എന്നാണ് പറയുന്നത്. ആ ഭാഗം താഴ്ന്നിരിക്കരുത്, ആ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി പോരുത്, ആ ഭാഗത്ത് നിന്നും മറ്റു ഭാഗത്തേക്ക് വെള്ളം ഒഴുകി പോകണം. അപ്പോൾ ആ ഭാഗം ഉയർന്നു നിൽക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കന്നിമൂലയിൽ ഉള്ള വീടിൻ്റെ ഓരോ സ്ഥാനങ്ങൾ, ഇപ്പോൾ കന്നിമൂലയിൽ ഇന്ന ആളുകൾക്ക് വസിക്കാം, ഇന്ന ആളുകൾക്ക് വസിക്കാൻ പാടില്ല എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കന്നിമൂലയെ എത്രത്തോളം ഏത് രീതിയിൽ ഉപയോഗിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നമ്മുടെ ആ വീട്ടിലെ നിലവിലുള്ള അവസ്ഥയിലെ ഗുണദോഷങ്ങൾ അതിലടങ്ങിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. എന്താണ് കന്നിമൂലയിൽ സംഭവിച്ചിരിക്കുന്നത്? കന്നിമൂലയിൽ കൂടുതൽ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. കന്നിമൂല എന്ന് പറയുന്ന ആ ഭാഗത്താണോ വീട്ടിലെ ദമ്പതികൾ, പ്രധാന ഗൃഹസ്ഥനും ഗൃഹസ്ഥയും ആ ഭാഗത്താണോ ശയനമുറി? ഇതിലൊക്കെ വലിയ പ്രാധാന്യം കന്നിമൂലയ്ക്കുണ്ട്. അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ദിക്കുകൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം അനുസരിച്ച് നമ്മളുടെ എനർജി വ്യത്യാസമാണ് ഇതിലൊക്കെ. ഓരോ എനർജിയും വ്യത്യാസപ്പെട്ടുകൊണ്ടുള്ളൊരു സംവിധാനങ്ങളാണ് ഈ വാസ്തുശാസ്ത്രത്തിൽ. അപ്പോൾ ആ പ്രാപഞ്ചികമായിട്ടുള്ള ആ ഒരു എനർജിയെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിപരീത ഫലമായിരിക്കും നമുക്ക് വരിക. അപ്പം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ സ്ഥലം ഊർജ്ജസ്വലമായിരിക്കണം, ഊർജമുള്ള ഒരു സ്ഥലമായിരിക്കണം, അതായത് എനർജിയുള്ള സ്ഥലമായിരിക്കണം. ആ എനർജി അവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് സമൃദ്ധിയുള്ളൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മളെ ശരീരത്തിന് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഭക്ഷണം, വ്യായാമം, മരുന്നുകൾ, ഇതൊക്കെ നമ്മളെ ശരീരത്തിനെ എനർജറ്റിക് ആക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തിന്? അതായത് സമൃദ്ധിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് രോഗങ്ങളില്ലാതെ സമൃദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ശരീരത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വീട്, നമ്മുടെ ഈ ഒരു ഭൂമി, നമ്മുടെ ഈ സ്ഥാനം, അതിനെന്തെങ്കിലും രോഗമുണ്ടോ? അത് യഥാർത്ഥത്തിൽ അതിനൊരു ശക്തിയില്ലേ? അവിടെ എനർജി ഉണ്ടോ? ഇല്ലേ? അത് അവിടെ ജീവിക്കുന്നവർക്കേ അറിയുകയുള്ളൂ. അവിടെ എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുപരമായിട്ട്, അതിൻ്റെ കണക്ക് പ്രകാരം വാസ്തുപരമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സംവിധാനമായിരിക്കും അവിടെ ഒരുക്കിയിട്ടുണ്ടാവുക. നേരെ മറിച്ച് അതിന് നേർ വിപരീതമാണെങ്കിൽ വാസ്തുപരമായിട്ടുള്ള ശാസ്ത്രവിധി പ്രകാരമായിട്ട് ആയിരിക്കില്ല അവിടെ നിർമ്മാണങ്ങളും മറ്റ് അറേഞ്ച്മെൻറ്റുകളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അനേകം കാര്യങ്ങൾ നിറഞ്ഞതാണ് വാസ്തുശാസ്ത്രം. എന്നാൽ ഇതൊന്നും അധികം നമുക്ക് മനസ്സിലാക്കാവുന്നതും, അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് അവിടെ അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വലിയൊരു ഗുണം നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ആകെക്കൂടെയുള്ള ഒരു പ്രധാന ഭാഗമാണ് എനർജിയിൽ ജീവിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. അപ്പോൾ അതിന് വാസ്തുശാസ്ത്രം അത്രയധികം നമുക്ക് മാർഗദർശനം നൽകുന്നൊരു ശാസ്ത്രശാഖയാണ്. അതൊരു കോമൺ സെൻസാണ്. അത് വലിയൊരു
വലിയൊരു വിശ്വാസപരമോ അല്ലെങ്കിൽ വലിയ ഒരു കുറേ ദുരൂഹതകളൊന്നും നിറഞ്ഞ ഒരു കാര്യമല്ല. തികച്ചും ഭൗതികമായിട്ടുള്ള, തികച്ചും നമുക്ക് തിരിച്ചറിയാവുന്ന, നമുക്ക് നമ്മുടെ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അപ്പം അത് നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ ഒരു ശാസ്ത്രശാഖയ്ക്ക് അനുസൃതമല്ല നമ്മൾ വീട് വെക്കുന്നത്, നമ്മൾ ആ സ്ഥലം ഒരുക്കുന്നത് എങ്കിൽ നമുക്ക് പണി പാളിപ്പോവും തീർച്ചയായിട്ടും. നമ്മളൊരു ആചാരം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളൊരു ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നുപോലെ തന്നെ പക്ഷേ ജീവിക്കും. പക്ഷേ അതുപോലെയല്ല വാസ്തു മേഖല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, ആചാരത്തിൻ്റെ പ്രശ്നം, അനുഷ്ഠാനത്തിൻ്റെ പ്രശ്നമല്ല. ജാതി മത ദൈവിക അനുഷ്ഠാന ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഈ ശാസ്ത്രം കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാലും വേണമെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നമ്മളത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്.